കഴിച്ചങ്ങളൊക്കെ പറഞ്ഞു വിടാൻ നോക്കി സാർ. പിന്നെ ബില്ല് കൊടുത്ത് സെറ്റിൽ ചെയ്യും. വെറുതെ കഥയും പറഞ്ഞോണ്ടിരിക്കുക. കുറെ നേരമായി. പറഞ്ഞോണ്ടാ. നമസ്കാരം ഉണ്ടേ. എന്തോണ്ട് അണ്ണാ? മന്ത്രി വരുമെന്ന് പറഞ്ഞാ വരും. ചുമ്മാ അല്ലല്ലോ നമ്മൾ 3 വർഷമായിട്ട് വ്യാപാരി സംഘത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ അത് ഉറപ്പായിട്ടും നടന്നിരിക്കും. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഓക്കെ അല്ലേ? ആരെയും വെള്ളപ്പിച്ച ഇയാളാണ് ഇതിന്റെ ഓണർ. മറ്റേ വ്യാപാരി വ്യവസായി എന്താ അതിന്റെ പ്രസിഡന്റ്. ധൃതി വെക്കാടാ, അവര് കൊണ്ടുവന്നോളൂ. അവരിത് കഴിഞ്ഞിട്ട് വേണം സൊള്ളാൻ പോവാൻ. അതൊന്നുമല്ല, എന്തായാലും ട്രെയിൻ പോകും, പിന്നെ ബസ്സിൽ പിടിക്കണമല്ലോ. മനസ്സിലായി. കൈ കഴുകട്ടെ. കഴിക്കൂ യമ്മി ഫുഡ്. പോയിട്ട് വേഗം എന്നെ ബില്ല് കൊടുക്കാനുള്ള. ഓ ഷുവർ. സോ ഡേർട്ടി. അവന് പിടിച്ചില്ല. അവന്റെ ഒരു ബില്ല്. വാഷ് ബേസിനൊക്കെ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിച്ചൂടെ? മോനെ, തുപ്പണ സ്ഥലമല്ലടാ. തുപ്പണ സലോണിലും തൂർണ സലോണിലും കാശ് കൊടുത്തിട്ടല്ലേ ചെയ്യണത്. ചുമ്മാ ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെ റീസ് ആവല്ലേ? എന്ന് പറഞ്ഞ അങ്ങനെയാണ്. കുറച്ച് വൃത്തി കൂടുതലുള്ള ആളാണേ. സോറി. വന്നേ വന്നേടാ. ബില്ല് കൊടുത്തോ? ഇവന്റെ ഒരു ഉടക്കുകാരന് ജീരകം എടുക്കാൻ പറ്റിയില്ല. ഒരു വൃത്തിക്കാരൻ വന്നേ. പറഞ്ഞാലും ഭക്ഷണം ഭയങ്കര സ്വാദായിരുന്നില്ലേ? സ്വാദിഷ്ടം കുറച്ചുകൂടി മനുഷ്യപ്പറ്റുണ്ടേ ഒരാളായ. കേറ്. അവന്റെ ഒരു ഹോട്ടൽ ഭദ്ര. എന്ത് ഭദ്ര? ശരി എന്നാ. ഇത് വണ്ടി. വീഴ്ചേട്ടാ, എന്താ വീഴ്ചേട്ടത്? ഞാൻ വിചാരിച്ച ക്ലച്ച് ഔട്ടാത്തിരിക്കുന്നു. ഇമ്മാതിരി വളിക്ക് വിടാമോ? നീ കേറിയേ. കേറ്. അപ്പൊ സേഫ് ജേണി. ക്ലാസ് ഒക്കെ തുറന്നുട്ടോ. ആഴ്ച ഒരെണ്ണമല്ലടാ ഞാൻ വിടാറുണ്ട്. ആഴ്ചയല്ല, ഡെയിലി ഉണ്ട്. എനിക്ക് വയ്യ സഹിക്കാൻ. ചേട്ടാ, ഒരു മാവലിക്കര. സുഹൃത്തെ, കായംകുളത്തുനിന്നൊരു ഓട്ടോ വിളിച്ച് പോകേണ്ടി വരും. ഇത് എറണാകുളം പോണ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. താങ്ക് യു. ഹേയ് അങ്ങോട്ട്. ചേട്ടാ, കുഞ്ഞിനെ ഒന്ന് പിടിക്കോ? എപ്പ കേറിയതാ ബസ്സില്? വിശക്കുന്നുണ്ടാവും. ഒന്ന് പിടിക്കുന്നേ. ഹലോ, സമരത്തിന് പോയതേ സെക്രട്ടേറിയറ്റില്. സമരാണെന്ന് പറഞ്ഞു. അവര് വിളിച്ച് ഞാൻ പോയി. ഹലോ ബിൽചേട്ടാ. ബാത്റൂമിലോ? വിചേട്ടന് കുറെ നേരം കൊണ്ട് വയറിന് ഭയങ്കര പ്രശ്നാ. ഓ മൈ ഗോഡ്, എനിക്കും വയറിന് എന്തോ ഒരു പ്രശ്നം. ഫുഡ് പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഇവിടെയും എടുക്കട്ടാണ്. അയ്യോ, അപ്പൊ ഇതാ ഫുഡിന്റെ തന്നെയാണല്ലേ? ഓക്കേടാ. ശരി. നമ്മുടെ വിനോദ് വിളിച്ച്. അവന് വയറിന് വയ്യാന്ന്. ഫുഡ് പിടിച്ചു. അയ്യോ, നീ ഒന്നുകൂടെ വിളിച്ചവനെ. എന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ ഇവിടെ കടന്ന് മെഴുകാന്ന് ഞാൻ പറഞ്ഞോ. വിളി. അല്ലേ വേണ്ട, കുറച്ചിന് വിളിക്കാം. ഒന്നുകൂടെ പോണം. സുഹൃത്തെ, ഹലോ, ഇതൊന്ന് ഒതുക്കി പോയി. ആൾക്കാർക്ക് കയറാനുള്ള വഴിയല്ലേ?
50 രൂപയുടെ ടിക്കറ്റും ഒരു ടെക്സ്റ്റൈൽസിലെ മൊത്തം തുണിയും. പെട്ടെന്ന് കയറ്. എവിടെ പോയി? ആലപ്പുഴ. എന്തെടുക്കുക? ഞാൻ എന്തെടുക്കാനും റെഡിയാണ്. എന്താ? ഇവിടെ നല്ല മഴയാ. ഇവിടെ ഇടിവെട്ടും മിന്നലും ഉണ്ട്. ഒരു പ്രളയം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാം. പ്രളയോ? എന്റെ പൊന്നു രചിത, ഒന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അതിനുള്ളൊരു മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാൻ. ഞാനേ സംസാരിക്കാനുള്ള മൂഡിൽ വന്നതാ. ഞാനും വേറൊരു മൂഡില്ല. ഞാൻ പിന്നെ വിളിക്കാം. ഏത് പെണ്ണ്? ചേട്ടാ, ചേട്ടന് മൂലക്കുരുവിന്റെ അസ്ഥിര വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ ചെട്ടിക്ക് തുറുമ്പ് വല്ലതും കയറിയായിരുന്നു? പോടെ പോടെ. അതെ, കടപ്പുറത്താണ്ട് ഇറങ്ങണ്ട. ഹലോ, എന്താ? ഒരു കാര്യം ചോദിച്ചോട്ടെ? പറ. എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് മിസ്. ഹലോ. അതും പോയി. അണ്ണ കവലപ്പടവണ നനച്ച വണ്ടി നനച്ചെടുത്ത് നിൽക്കുക. ഉസ്പേത്തിന് അവർക്ക് ഡൊമ്മണ് കടുപ്പേത്തിന് കമ്മണിന്ന് വഴക്ക് ചമ്മന്ന് പോകാം. ബിരിയാണി കടയാവോ? ഓ, ഇപ്പൊ പോയനെ. ഇവനെന്തിനമ്മാവാ? ആശ്വാസമായി. ചേട്ടാ, ചേട്ടാ വണ്ടി ഒന്ന് നിർത്തി തരാൻ പറ്റുമോ? സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ ഇത് പാസഞ്ചറാണ്, വഴി നിർത്താൻ പറ്റൂല. എന്ത് പറ്റി? അത്യാവശ്യമായിട്ടൊന്ന് കക്കൂസി പോണം. പിടിച്ചിക്കാൻ പറ്റണല്ല. അത്രയ്ക്ക് അത്യാവശ്യം. കുമാരണ്ണ, കാണ്ടോരത്തിന് തൂറാൻ പോണോന്ന്. 5 മിനിറ്റ് നിർത്തി കൊടുക്കാം. 5 മിനിറ്റ് കൊണ്ട് അടുത്ത സ്റ്റോപ്പിലേക്ക് മതി. പെട്ടെന്ന് വരണം, വെയിറ്റ് ചെയ്യാൻ പറ്റൂല. ഒരു 5 മിനിറ്റ് കൊണ്ട് വേഗം പറഞ്ഞേ. വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ അവക്കോ ഓ സംഗീതമേ വിണ്ണിലെ ഗന്ധർവ ചേട്ടാ, അടിപിടിക്കാവിലേക്കുള്ള ബസ് പോയോ? ഇതിനകത്തോടോ? വേണ്ട, പ്രശ്നം. കൊളുത്തൂല്ലേ വള്ളി? ചൂട്. അതും പോയി. എന്റെ വിധി. വന്നിട്ട് എടുക്കാന്ന് വണ്ടി. ചേട്ടോ, ഇത് ഇന്നെങ്ങാനും എടുക്കോ? പോയിട്ട് ഒരുപാട് പരിപാടികളാണ് ചേട്ടാ.
ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഒരാൾ ബാത്റൂം പോയിരിക്കല്ലേ? ചേട്ടാ അയാളോട് വേറെ വണ്ടിക്ക് വല്ലതും വരാൻ പറ. മറ്റുള്ളവരെ എന്തിനീ ബുദ്ധിമുട്ടിക്കുന്നേ? ഇവ എന്തൊരു കക്കൂസിനെ പേടിച്ചോണ്ടിരിക്കണം. മോളെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും.